സ്വന്തം ചായൽ സൃഷ്ടിച്ച സകല മനുഷ്യരെയും രാവും പകലും അണുവിടവിടാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മെ സ്നേഹിച്ച കാരണത്താൽ പിതാവായ ദൈവം നമുക്ക് രക്ഷകനായ യേശുവിനെ അവിടുന്ന് ഭൂമിയിലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ അയച്ചു. ഈ മനുഷ്യരൂപത്തിൽ വന്ന കർത്താവ് നമുക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. വാഗ്ദാനങ്ങളും കൽപ്പനകളും പിതാവായ ദൈവം പ്രവാചകന്മാരിലൂടെ നൽകിയ കൽപ്പനകൾ യേശുക്രിസ്തു ആവർത്തിക്കുകയാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് ഞാൻ കൽപ്പിക്കുന്ന കൽപ്പനകൾ നിങ്ങൾക്ക് ജീവനാണ്. നമുക്ക് ജീവൻ നൽകുന്ന കൽപ്പനകളാണ് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കൽപ്പനകൾ അനുസരിക്കുകയോ തിരസ്കരിക്കുകയോ നമുക്ക് ചെയ്യാം. അനുസരിക്കുന്നതിലൂടെ സ്വർഗവും തിരസ്കരിക്കുന്നതിലൂടെ ദൈവനിഷേധത്തിലൂടെ ദൈവത്തെ തിരസ്കരിച്ചതിലൂടെ പിശാചിൻ്റെ അനിയായി നിത്യനരകത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും. അപ്പോൾ സ്വർഗം വേണമോ നരകം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇന്ന് അനേകം വ്യക്തികൾ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടന്ന് ജയ് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ മരിച്ചുപോയി. ഇവരാരെങ്കിലും രക്ഷകരായിരുന്നോ? ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ? ഭൗതികമായ എന്തെങ്കിലും നേട്ടമോ ഭൗതികമായ എന്തെങ്കിലും സമ്പത്തോ സ്ഥാനമാനങ്ങളോ ജോലിയോ ഒക്കെ തന്നു കാണും. അത് മനുഷ്യൻ ആവശ്യമുള്ളതാണ്. പക്ഷേ അതല്ല രക്ഷ എന്ന് പറയുന്നത്. രക്ഷ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് നന്മ പ്രവർത്തിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗരാജ്യത്തിൽ എത്തണം. അതാണ് രക്ഷ എന്ന് പറയുന്നത്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വചനത്തിൽ പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതായത് നമ്മുടെ യഥാർത്ഥ ഭവനം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഈ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിച്ച അപ്പോസ്തലന്മാരും പൗലോസ്ലീഹായും മറ്റു പ്രവാചകന്മാരുമൊക്കെ സ്വർഗത്തിൽ എത്തിയത് കൊണ്ടാണ് അവരെ കത്തോലിക്കാ സഭ വിശുദ്ധർ എന്ന് നാമകരണം ചെയ്ത് അൾത്താരയിലേക്ക് ഉയർത്തി അവരിലൂടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് സകല ജനത്തിൻ്റെയും മേൽ അധികാരമുള്ള മഹാപ്രഭുവായ മിഖായേൽ അന്ന് എഴുന്നേൽക്കുമെന്ന് പ്രവചിച്ച ദാനിയേൽ 12-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ മാലാഖ ദാനിയേലിനോട് പറയുകയാണ്, നീ നിന്റെ വഴിക്ക് പോവുക, അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കും. ദാനിയേൽ 12:13 വ്യക്തമാണ്. അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കുവാൻ എഴുന്നേൽക്കും. സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ എന്തു തന്നെ പ്രവർത്തിച്ചാലും ശരി, അതിൻ്റെ ഫലം സ്വീകരിക്കുവാൻ അവസാന ദിവസം നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. അതിനുവേണ്ടിയാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മരണം വരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സകല മനുഷ്യർക്കും പുനരുത്ഥാനമുണ്ട് എന്ന് അവിടുന്ന് തെളിയിച്ചു തന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ മരണാനന്തരം പുനരുത്ഥാനത്തിന് ശേഷം അവർ ദൈവത്തോടുകൂടെ വാഴുകയും ചെയ്യും. ദൈവകൽപ്പനകൾ സ്വീകരിച്ച് ജീവൻ പ്രാപിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ പിശാച് ആഗ്രഹിക്കുന്നത് ദൈവകൽപ്പന നിഷേധിച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തോ ആണെന്ന് അഭിമാനിച്ച് അഹങ്കരിച്ച് നശിച്ച് പിശാചിന് അർഹമായിരിക്കുന്ന അവകാശപ്പെട്ടിരിക്കുന്ന നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് പിശാചിൻ്റെ ആഗ്രഹം. ഈ ഭൂമിയിൽ പൈശാചിക പ്രവർത്തികൾ, പൈശാചിക പ്രലോഭനങ്ങൾ ഇവയെ പരാജയപ്പെടുത്തി ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കണം എന്നതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു പദ്ധതി. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 3-ാം വചനത്തിൽ നമ്മൾ കാണുകയാണ്, അവിടുന്ന് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗത്തിൽ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ രക്ഷകനായ യേശുവിനെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കും. അതാണ് യേശു പറയുന്നത്, സ്ഥലം ഒരുങ്ങിക്കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ആദ്യം യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് വന്നത് രക്ഷകനായിട്ടും നമ്മുടെ പാപങ്ങൾക്ക് സ്വയം ബലിവസ്തുവായിത്തീരുന്നതിനു വേണ്ടി പിതാവിൻ്റെ കൽപ്പനപ്രകാരം ഭൂമിയിൽ അവതരിച്ചു എങ്കിൽ, ഇനി അവസാന സമയം യേശു വീണ്ടും വരുന്നത് നമ്മെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി നമ്മുടെ യഥാർത്ഥ പിതാവിനെ കാണിച്ചു തരുവാൻ വേണ്ടിയാണ്.
അപ്പം നമ്മുടെ യഥാർത്ഥ പിതാവിനെ കാണിച്ചു തരാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കും. അപ്പോൾ മാത്രമാണ് സഹോദരങ്ങളെ ഈ ഭൂമിയിൽ നന്മ പ്രവർത്തിച്ചവർക്കും യേശുവിനെ അനുസരിച്ചവർക്കും പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രവാചകന്മാരിലൂടെ നൽകിയപ്പോൾ അത് വിശ്വസിച്ച് സ്വീകരിച്ചവർക്കും ലഭിക്കാനിരിക്കുന്ന സമ്മാനം മനസ്സിലാക്കുക. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഭയപ്പെടേണ്ട, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ഞാൻ നിനക്ക് ജീവന്റെ കിരീടം നൽകും. ഭയപ്പെടേണ്ട, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ഞാൻ നിനക്ക് ജീവന്റെ കിരീടം നൽകും. സഹോദര സഹോദരി, ഇപ്രകാരമുള്ള ഒരു വാഗ്ദാനം, മരണം വരെ വിശ്വസ്തനായിരിക്കുമ്പോൾ ജീവന്റെ കിരീടം നൽകുമെന്ന ഒരു വാഗ്ദാനം മറ്റൊരു ദൈവവും ഈ ഭൂമിയിൽ നൽകിയിട്ടില്ല. കാരണം ഏകദൈവം തൻ്റെ ഏകരക്ഷകനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണിത്. മരണം വരെ വിശ്വസ്തനായിരിക്കുക, നിനക്ക് ഞാൻ ജീവന്റെ കിരീടം നൽകും. ഓരോ വിശ്വാസികളും ഓരോ മനുഷ്യനും സത്യദൈവത്തെ കണ്ടെത്തി ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവന്റെ കിരീടം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ അധ്വാനിക്കണം. അതാണ്, ആ വ്യക്തിയാണ് രക്ഷ സ്വന്തമാക്കുന്നത്. സഹോദരങ്ങളെ, അവസാന ദിവസം നമ്മുടെ അവകാശം സ്വീകരിക്കുവാൻ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ ജീവന്റെ കിരീടം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യരാണ് ഉറക്കെ നിലവിളിക്കുന്നത്. ഇന്ന് അനേകം വ്യക്തികൾ മരണദിവസം നിലവിളിക്കും. എന്തിനാണെന്നറിയുമോ? അനേകരും നിലവിളിക്കുന്നത് മരണദിവസം നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ഒരു രഹസ്യം മനസ്സിലാകും നിനക്ക്. ലോകരക്ഷകനായി ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന്. കല്ലും മണ്ണും തടികളും കോൺക്രീറ്റുമൊക്കെ കൊണ്ടുണ്ടാക്കിയ അനേകം ദേവീദേവതകളെ ആരാധിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങളൊന്നും ദൈവമല്ല എന്നും ദൈവം യേശുക്രിസ്തു മാത്രമാണെന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോൾ നാനാജാതി മതസ്ഥർ അന്ന് ഉറക്കെ നിലവിളിക്കും, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയും. ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം അനുതപിക്കാൻ നമുക്ക് ഭൂമിയിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അനുതപിക്കാൻ പറ്റുകയുള്ളൂ. മരണദിവസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന സമയമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആർക്കും അനുതപിക്കാൻ പറ്റുകയില്ല. അനുതപിക്കാൻ അവർക്ക് അവസരം പോലുമില്ല. പിന്നീട് യേശുവിനെ ആരാധിക്കാതെ, യേശുവിനെ വിശ്വസിക്കാതെ, പിതാവായ ദൈവം പ്രവാചകന്മാരിലൂടെ നൽകിയ കൽപ്പനകൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നേതാക്കന്മാർക്കും കീജെ വിളിച്ചുകൊണ്ടും അജ്ഞരായ മനുഷ്യൻ സ്വന്തം ഭാവനയിൽ നെയ്തെടുത്ത കൽപ്പിത കഥകളും ചില വ്യക്തികളുടെ സൃഷ്ടികളുമായ വിഗ്രഹങ്ങളെ, മൂകവിഗ്രഹങ്ങളെ, കണ്ണും കാതുമൊക്കെ ഉണ്ടായിട്ടും കാണാനോ കേൾക്കാനോ പറ്റാത്ത മൂകവിഗ്രഹങ്ങളെയും ദൈവം നിഷേധിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ പൂജിച്ച് ഇവരൊക്കെ ദൈവങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന വ്യക്തികൾ ഉറക്കെ നിലവിളിക്കുന്നത് അന്ന് യാഥാർത്ഥ്യം മനസ്സിലാകും. യേശു അല്ലാതെ ഒരു രക്ഷകനോ മറ്റൊരു ദൈവമോ ഇല്ല എന്ന തിരിച്ചറിവ് അന്ന് മനുഷ്യർ ഉറക്കെ നിലവിളിക്കുമെന്നാണ് പറയുന്നത്. യേശു പറയുകയാണ്, ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഈ ജീവന്റെ കിരീടം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ജീവന്റെ കിരീടം സ്വന്തമാക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ അവകാശമാണ്, ആവശ്യമാണ്. അത് നമ്മൾ സ്വന്തമാക്കുക തന്നെ ചെയ്യണം. ഒരു ചായക്കടയിൽ പലഹാരങ്ങളുണ്ട്, ചായയുണ്ട്, കോഫിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമ്മൾ കയറി വാങ്ങി കഴിച്ചാൽ മാത്രമേ, കുടിച്ചാൽ മാത്രമേ ആ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. ഇതുപോലെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്ത നിത്യജീവൻ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ അവിടുന്ന് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കണം, വിശുദ്ധമായി ജീവിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് പരമപരിശുദ്ധനായ പരിശുദ്ധൻ 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 എന്ന് മാലാഖമാർ രാവും പകലും പാടി സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ മകനോ മകളോ ആയി നമ്മൾ ഭൂമിയിൽ വാഴുകയുള്ളൂ. അവർ മാത്രമാണ് മരണാനന്തരം ജീവന്റെ കിരീടം സ്വന്തമാക്കി ദൈവത്തോടു കൂടെ വാഴുന്നത്.
അപ്പോൾ സഹോദര സഹോദരി, ഈ വചനം കേൾക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ ഒരു മാറ്റമില്ലാത്ത കൽപ്പനയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് അവകാശപ്പെട്ട സ്വർഗം, ഈ നമുക്ക് അവകാശപ്പെട്ട സ്വർഗം സ്വന്തമാക്കി നമ്മൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പിതാവായ തൻ്റെ പുത്രനായ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ എനിക്ക് രക്ഷ ലഭിച്ചു എന്നും പാപമോചനം ലഭിച്ചു എന്നും വിശ്വസിക്കുന്നവൻ, യേശു പറയുകയാണ്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന്. അങ്ങനെ വിശ്വാസത്തിലൂടെ സ്നാനം സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗമാണെന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്ന് ആ സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, പ്രയത്നിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.